ഹലോ. അപ്പോൾ ഇന്ന് നമ്മുടെ ജേർണലിങ്ങിൻ്റെ എപ്പിസോഡ് 2 ആണ്. ഇന്ന് നമ്മുടെ ഒരു ബർത്ത്ഡേ ജേർണലാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് 6 മാസമായി, അടുത്ത ബർത്ത്ഡേ ആവാറായി. എന്നിട്ടും ഇപ്പോഴാണ് ഞാനെൻ്റെ 2025 ബർത്ത്ഡേയുടെ ജേർണലിങ് ചെയ്യുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഈ വർഷത്തെ ബർത്ത്ഡേ ഭയങ്കര അടിപൊളിയായിരുന്നു. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടൊരു സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടിയൊക്കെ കിട്ടിയൊരു ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ അന്നത്തെ കുറേ മെമ്മറീസൊക്കെ ഫോട്ടോസ് പ്രിൻ്റ് എടുത്ത് വെച്ചു. പിന്നെ കുറച്ച് ക്യൂട്ട് സ്റ്റിക്കേഴ്സും ഒക്കെ എടുത്ത് വെച്ച് പിൻട്രസ്റ്റിൽ നോക്കി ഒരു ഐഡിയ കണ്ടുപിടിച്ചു. അതിൽ എൻ്റേതായ കുറച്ച് കലാവിരുതുകൾ കൂടി ആഡ് ചെയ്ത് ഞാൻ ആ ഒരു ഐഡിയ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഞാനിവിടെ ഇതാക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ സർപ്രൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബർത്ത്ഡേ സർപ്രൈസ് കിട്ടുന്നത്. അത് എൻ്റെ ഫ്രണ്ട്സാണ് തന്നത്, എൻ്റെ ഗാഗ ഫാമിലി. ഐ എം സോ ഹാപ്പി. എന്താ പറയുക, ഭയങ്കര സന്തോഷമാണ് എനിക്ക് അവരെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു എന്തൊക്കെയാണ് ഗൈസ്. എനിക്കങ്ങനെ അധികം ഫ്രണ്ട്സൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച സമയത്താണെങ്കിലും അപ്പോൾ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അവരുമായിട്ടൊരു കോൺടാക്റ്റ് കീപ്പ് ചെയ്യാനോ എന്താ പറയുക, അന്ന് ഭയങ്കര ഇതായിരുന്നവർ ഇന്ന് എനിക്ക് സ്ട്രേഞ്ചേഴ്സാണ്. അതുകൊണ്ട് തന്നെ പക്ഷേ ഇവരങ്ങനെയല്ല. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് 4 ഇയേഴ്സ് ആകാൻ പോകുന്നു. സ്റ്റിൽ നൗ വി ആർ ഗുഡ് ഫ്രണ്ട്സ് പറയാതിരിക്കുക എനിക്ക് അറിഞ്ഞൂടാ. അതായത് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. അത്രയ്ക്ക് അടിപൊളിയാണ്. എൻ്റെ എന്താ പറയുക, എൻ്റെ എല്ലാമാണ് അവർ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവർ തന്ന കുറച്ച് സർപ്രൈസിൻ്റെ അന്നത്തെ കേക്ക് കട്ടിങ്ങിൻ്റെ ഫോട്ടോസും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്തു വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. പിന്നെ എനിക്ക് അവർ ഒരു ഇത് തന്നിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഒരു ലൈക്ക് ഒരു ആൽബം പോലെ. ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട്. ഇതുപോലൊരു ആൽബം പോലെ എൻ്റെ കുറേ ഫോട്ടോസ്, ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസൊക്കെ വെച്ച് പിന്നെ അവരുടെ കുറച്ച് റൈറ്റിങ്സൊക്കെ ആയിട്ട്. അപ്പോൾ അതിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ അവരെനിക്ക് എഴുതി തന്ന ആ ഒരു സംഭവങ്ങളൊക്കെ ഇല്ലേ, അതുകൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അവരെ കൊണ്ട് എഴുതിപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഇനിയിപ്പോൾ അത് പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ അവരെഴുതി തന്ന സാധനം ഇതിലോട്ട് ആഡ് ചെയ്തു. പിന്നെ കുറേ ഫോട്ടോസൊക്കെ ഒട്ടിച്ച്, പിന്നെ എൻ്റെ ബർത്ത്ഡേ കേക്കിൻ്റെ ഫോട്ടോയൊക്കെ ഒട്ടിച്ച് അവരെനിക്ക് കൊണ്ടുവന്ന ബർത്ത്ഡേ കേക്കിൻ്റെ അതൊട്ടിച്ചു. കട്ട് ചെയ്യുന്ന ഫോട്ടോ, അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ ഒട്ടിച്ച് ഞാൻ ഒരു അടിപൊളി എൻ്റെ 2025 എൻ്റെ എന്താ പറയുക, എൻ്റെ ലൈഫിൽ തന്നെ ഒരു ബെസ്റ്റ് ബർത്ത്ഡേയുടെ നല്ലൊരു മെമ്മറി കീപ്പ് ചെയ്ത് വെച്ചു. ഇനി കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഞാനിതെടുത്ത് നോക്കുമ്പോൾ ഐ ആം സോ ഹാപ്പി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബർത്ത്ഡേ ജേർണൽ. പറഞ്ഞ് എൻ്റെ ബർത്ത്ഡേ ജേർണൽ ഞാൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഒരു ഹാർട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പം ശരി, ബായ്.